ഹായ് എവരിവൺ, എൻ്റെ പേര് ലക്ഷ്മി. നമ്മുടെ PT ഫ്രീ സീരീസിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ് കേട്ടോ ഇന്ന്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് PT റൈറ്റിംഗ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് ഒരു ഫസ്റ്റ് വീഡിയോ ഉണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ ടു PT എന്ന് പറഞ്ഞിട്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആ വീഡിയോ വാച്ച് ചെയ്യണം. കാരണം ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോഴാണ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു PT എന്ന് പറയുന്ന വീഡിയോയിൽ എന്താണ് PT ടെസ്റ്റ് എന്നും അതിലെ 4 മൊഡ്യൂൾസ് എന്താണെന്നും എങ്ങനെയാണ് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതായിരിക്കും ബെറ്റർ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടേക്കായിട്ട് കുറച്ച് കൺഫ്യൂഷൻസ് നിൽക്കും. എന്തിനാണ് വെറുതെ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ വെച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്? അപ്പോൾ ഇതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ഇനി ആ വീഡിയോ എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസിബിൾ ആകുന്ന രീതിയിലാണ് ആ ലിങ്ക് കൊടുത്തിരിക്കുന്നത്. സോ ഫ്രീ ആകുന്ന ടൈമിൽ അതൊന്ന് കയറുക, കാണുക, വാച്ച് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റൈറ്റിംഗ് ക്വസ്റ്റ്യൻ 1 ആയിട്ടുള്ള സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ആയിരിക്കും. ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ആൻഡ് അതിൻ്റെ സ്കോറിംഗ് ക്രൈറ്റീരിയ, ഈ 2 കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരുന്നത്. ആൻഡ് ഇതിൻ്റെ ഫുൾ ലെങ്ത് ക്ലാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ടെലഗ്രാം ചാനലിലെ ആ സെയിം ടെലഗ്രാം ചാനലിൽ ലിങ്ക് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്കിത് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ PTക്ക് 4 മൊഡ്യൂളുണ്ട്. ഏതൊക്കെയാണ്? സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് ലിസണിങ്. ഇതിൽ സെക്ഷൻ 1 എന്ന് പറയുന്നത് സ്പീക്കിങ്ങും റൈറ്റിങ്ങും കൂടെ ഒരുമിച്ചായിരിക്കും. അതായത് സ്പീക്കിങ്ങിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 ക്വസ്റ്റ്യൻസും കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ റൈറ്റിംഗ് മൊഡ്യൂളിലേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് കിട്ടും. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിൽ എന്താ ആക്ച്വലി സംഭവിക്കാമെന്നറിയോ? നമുക്ക് ഒരു 200 to 300 വേർഡ്സ് ഉള്ള ഒരു പാസേജ് തരും. അതിൽ 1 പാരഗ്രാഫോ 2 പാരഗ്രാഫോ 3 പാരഗ്രാഫോ ഒക്കെ കാണും. നിങ്ങൾ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്താണ് ഈ ഒരു പാസേജിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ദെൻ ഇതിൻ്റെ അകത്തെ മെയിൻ പോയിൻറ്റ്സ് ഒക്കെ എടുത്ത് ഇതിനൊരു 1 ലൈൻ സമ്മറി ആയിട്ട് നിങ്ങൾ എഴുതണം. അതാണ് ആക്ച്വലി സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ആക്ച്വലി 10 മിനിറ്റ്സ് ആണ് കിട്ടുക. ഈ 10 മിനിറ്റ്സ് കൊണ്ട് ഒരു 5 to 75 വേർഡ്സിനുള്ളിൽ വേണം ഈ സമ്മറി എഴുതാൻ. ഓൾസോ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരൊറ്റ സെൻറ്റൻസ് ആയിരിക്കണം. ഈ 3-4 കാര്യങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ഈ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കാണുന്നത്, ചിലപ്പോൾ 2 എണ്ണം ആയിരിക്കും. 1 ആയാലും 2 ആയാലും ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 10 മിനിറ്റ്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ 10 മിനിറ്റ്സിൽ നമുക്ക് ഒരു പ്രോപ്പറായിട്ട് സമ്മറൈസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അതിന് കുറച്ച് സ്കോറിംഗ് ക്രൈറ്റീരിയയും കൂടെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ സമ്മറൈസ് ചെയ്യാന്നേ ഉള്ളൂ, സ്കോർ കിട്ടില്ല. ആ സ്കോർ കിട്ടണമെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 4 ക്രൈറ്റീരിയ നമുക്കുണ്ട്. ഇതിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് കോണ്ടൻ്റ് ആണ്. കോണ്ടൻ്റ് എന്ന് വെച്ചാൽ അറിയാലോ, നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു 3 അല്ലെങ്കിൽ 4 പാരഗ്രാഫിലുള്ള കാര്യങ്ങളിലെ മെയിൻ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ പിക്കപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ മെയിൻ പോയിൻറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കോണ്ടൻറ്റിന് സ്കോർ കിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് ക്രൈറ്റീരിയ ആണ് ഫോം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വി ഹാവ് ഓൾറെഡി സെഡ് ദാറ്റ് ദ വേർഡ് കൗണ്ട് ഈസ് ഫ്രം 5 to 75. ഈ 5 to 75 എന്നുള്ള വേർഡ് കൗണ്ടിൽ നിങ്ങൾ എഴുതിയാൽ മാത്രമേ ഫോമിന് സ്കോർ കിട്ടുള്ളൂ. ബിലോ 5 ആയാലും എബോവ് 75 ആയാലും നമുക്ക് സ്കോർ കിട്ടില്ല. ഓക്കെ, ആൻഡ് തേർഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഗ്രാമറാണ്. ഗ്രാമറിനെ കുറിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ടെൻസസ് കാണും, അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോൾ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഇല്ലാതെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ, അങ്ങനെ ഒരു മിസ്റ്റേക്കുകളും കൂടാണ്ട് നല്ല രീതിയിൽ മീനിങ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ലാസ്റ്റ് ക്രൈറ്റീരിയ ആണ് വൊക്കാബുലറി. വൊക്കാബുലറി എന്ന് പറയുന്നത് ദ കളക്ഷൻ ഓഫ് വേർഡ്സ് യു ഹാവ്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഒരു പാസേജ് തരുമ്പോൾ അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വേർഡ്സിലായിരിക്കും തരിക. ഈ സെയിം വേർഡ്സ് യൂസ് ചെയ്യാതെ നിങ്ങളുടെ കളക്ഷനുള്ള വേർഡ്സില്ലേ അതൊക്കെ യൂസ് ചെയ്ത് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിന് സ്കോർ കിട്ടുക. അല്ലാതെ എന്താണോ പാസേജ് തന്നിരിക്കുന്ന ആ സെയിം വേർഡ്സ് യൂസ് ചെയ്താൽ ഒരു മിനിമം സ്കോർ ഒരു 60 ഒക്കെ കിട്ടുള്ളൂ. നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് 75+ ആണെങ്കിൽ നമ്മുടെ ഓൺ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതൊക്കെ എങ്ങനെ എഴുതുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഒരു ടേബിൾ നോക്കിയേ, നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. കോണ്ടൻറ്റിന് സ്കോർ വരുന്നത് 2, 1, 0 എന്നുള്ള രീതിയിലായിരിക്കും. അതായത് ഒരു 3 പാരഗ്രാഫ് ഉള്ള പാസേജ് ആണെങ്കിൽ ഈ 3 പാരഗ്രാഫിൽ നിന്നും എല്ലാ മെയിൻ പോയിൻറ്റ്സും പിക്ക് ചെയ്ത് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് 2 കിട്ടുക. ഏതെങ്കിലും ഒരു പോയിൻ്റ് മിസ്സായി പോയി എന്നുണ്ടെങ്കിൽ നമുക്കവിടെ, അതായത് നമ്മൾ പാർഷ്യലില്ലേ കവർ ചെയ്യുന്നുള്ളൂ, ആ കേസിൽ നിങ്ങൾക്ക് 1 പോയിൻറ്റേ കിട്ടുകയുള്ളൂ. ഇനി ഈ പറയുന്ന മെയിൻ പോയിൻറ്റ്സ് ഒന്നും പിക്ക് ചെയ്തില്ല, നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ഇറലവൻറ്റ് കോണ്ടൻറ്റ് ആകും, അവിടെ യു ഗെറ്റ് ഓൺലി 0 പോയിൻറ്റ്. ക്ലിയർ ആയോ? അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? തന്നിരിക്കുന്ന ആ 3 പാരഗ്രാഫിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു 4 പാരഗ്രാഫിൽ നിന്ന് എല്ലാ മെയിൻ പോയിൻറ്റ്സും പിക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ. ആൻഡ് ഫോം നോക്കിയാൽ നിങ്ങൾക്കറിയാം 5 to 75 വേർഡ്സ് ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഫോമിന് അവിടെ 1 പോയിൻറ്റ് ഷുവർ ആയിട്ടും കിട്ടും. ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഫോമിന് സ്കോർ കിട്ടും. പക്ഷേ ഒരൊറ്റ ക്രൈറ്റീരിയ ഉള്ളൂ, ബിലോ 5 ആകാനും പാടില്ല, എബോവ് 75 ആകാനും പാടില്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ സ്കോറ് നിങ്ങൾക്ക് 0യിലേക്ക് പോകും. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ഗ്രാമർ. ഗ്രാമർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് കംപ്ലീറ്റ്ലി കറക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ 2 പോയിൻറ്റ്സ് കിട്ടും. ഇനി മീനിങ്ങിനെ ഹിൻഡർ ചെയ്യാത്ത തരത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ 1 പോയിൻറ്റേ കിട്ടുള്ളൂ. ഇനി ഗ്രാമാറ്റിക്കലി ഫ്ലോപ്പ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണെങ്കിൽ 0 പോയിൻറ്റിലേക്ക് പോകും. ആൻഡ് നിങ്ങൾക്ക് നോക്കിയറിയാം വൊക്കാബുലറി, അതാണ് നമ്മുടെ ലാസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ വൊക്കാബുലറി നിങ്ങൾ പ്രോപ്പർ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സമ്മറൈസ് ചെയ്യുന്നതെങ്കിൽ ഷുവറായിട്ടും 2 പോയിൻറ്റ്സ് കിട്ടും. ഇനി നമ്മൾ സ്വന്തമായിട്ട് വേർഡ്സ് ഒക്കെ എഴുതുന്നു, അപ്പോൾ അതിനിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ വേർഡ് മിസ്മാച്ച് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ 1 പോയിൻറ്റേ കിട്ടുള്ളൂ. ഇനി നിങ്ങൾ എഴുതി വെക്കുന്ന സമ്മറിയിൽ ഒരു വേർഡ് പോലും പ്രോപ്പറായിട്ടല്ല വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ 0 പോയിൻ്റ് ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഈ ഫോം എന്ന് പറഞ്ഞില്ല, അതായത് 5 to 75 വേർഡ്സിൽ എന്തെങ്കിലും എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ കിട്ടില്ല. നിങ്ങൾക്ക് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിന് പ്രോപ്പർ സ്കോർ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കോണ്ടൻറ്റിനും ഫോമിനും ഗ്രാമറിനും വൊക്കാബുലറിക്കും സ്കോർ കയറി വരണം, പോയിൻ്റ് കയറി വരണം. അങ്ങനെ പോയിൻ്റ് നമ്മൾ നോക്കി അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ആസ്പെക്റ്റുകളും കൂടെ വെച്ച് 10 മിനിറ്റ്സ് കൊണ്ട് എങ്ങനെ നമുക്ക് സമ്മറി എഴുതാൻ പറ്റും? കാരണം പല സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്, ഈ 10 മിനിറ്റ്സ് കൊണ്ട് ആ ഒരു ഫുൾ പാസേജ് തന്നെ വായിച്ച് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ എങ്ങനെയാണ് 10 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ എഴുതുക എന്ന് വെച്ചാൽ അതിനൊരു ട്രിക്കുണ്ട്. ആ ട്രിക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം, നമ്മുടെ ഫുൾ ലെങ്ത് ക്ലാസ്സിൽ. ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്, പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാം. സോ ലെറ്റ്സ് സീ ദെയർ.